കഴിഞ്ഞ ദിവസം ഒരു സിനിമ കണ്ടു. തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു സിനിമ. പറഞ്ഞു വരുന്നത് എക്കോ എന്ന സിനിമയെക്കുറിച്ചാണ്. സിനിമയെക്കുറിച്ച് അന്വേഷിച്ചവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു ട്രിലോജിയുടെ ഭാഗമാണ്. അതായത് ഇതിനോട് ചേർന്ന് 2 സിനിമ കൂടിയുണ്ട്. അതിൽ ഒന്നാമത്തെ സിനിമ 2024 പുറത്തിറങ്ങിയ കിഷ്കിന്ധാകാന്ഡമാണ്. രണ്ടാമത്തേത് കേരള ക്രൈം ഫയൽസ് സീസൺ 2. മൂന്നാമത്തെ സിനിമയാണ് എക്കോ. മൂന്നും 3 തരം കഥയാണ് എന്നിരിക്കെ ഇതെങ്ങനെ ഒരു ട്രിലോജിയായി എന്ന ചിന്ത സ്വാഭാവികമാണ്. എന്നാൽ ഈ 3ൻ്റെയും തിരക്കഥാകൃത്തായ ബാഹുൽ രമേശ് പറയുന്നു ഈ 3ഉം അനിമൽ ട്രിലോജി എന്ന സീരീസിൻ്റെ ഭാഗമാണ് എന്ന്. അതായത് 3ഉം മൃഗങ്ങളുമായി ബന്ധപ്പെട്ടു പോകുന്ന കഥകളാണ്. 2024 പുറത്തിറങ്ങിയ കിഷ്കിന്ധാകാന്ഡത്തിൽ കുരങ്ങന്മാരായിരുന്നുവെങ്കിൽ 2025 പുറത്തിറങ്ങിയ കേരള ക്രൈം ഫയൽസ് സീസൺ 2 ഇൻ സെർച്ച് ഓഫ് CPO അമ്പിളി രാജു, എക്കോ എന്നീ സിനിമകൾ നായ്ക്കളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം ഇറങ്ങിയ ഒരു സിനിമയായതുകൊണ്ട് തന്നെ ഇതിൽ സ്വാഭാവികമായും സ്പോയിലേഴ്സ് അടങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അത് മെൻഷൻ ചെയ്ത ശേഷം സിനിമ കാണാത്തവർ ഈ വീഡിയോ തുടർന്ന് കാണണം എന്നില്ല. സിനിമ കണ്ടതിന് ശേഷം ഉറപ്പായും നിങ്ങൾ തിരിച്ചു വന്ന് ഈ വീഡിയോയുടെ ബാക്കി കാണണം. കാരണം ഈ സിനിമയുടെ പേര് മുതൽ, അതായത് എക്കോ എന്ന പേര് എന്തിനാണ് തിരക്കഥാകൃത്തും സംവിധായകനും എടുത്തിട്ടുള്ളത് എന്നത് മുതൽ സിനിമയിൽ പല ഭാഗങ്ങളിലും സെക്കൻഡുകൾ മാത്രം നീളമുള്ള നമുക്ക് മുമ്പിലേക്ക് ഇട്ടുതന്ന സീനുകൾ, എന്നാൽ അധികം പ്രേക്ഷകർ ശ്രദ്ധിക്കാതെ പോയ സീനുകളെക്കുറിച്ച് വരെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. കയറിപ്പോരും ചങ്ങായിമാരെ ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. എക്കോ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു സിനിമയ്ക്ക് അങ്ങനെ ഒരു പേര് കൊടുത്തിട്ടുള്ളത്? സ്വാഭാവികമായും എക്കോ എന്ന പേരിൻ്റെ അർത്ഥം പ്രതിധ്വനി എന്നാണ് എന്ന് നമുക്കറിയാം. സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു മലയോര പ്രദേശം കാണിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും ആ സിനിമയ്ക്ക് ചേരുന്നൊരു പേര് തന്നെയാണ് എക്കോ. എന്നാൽ സിനിമയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് മാത്രമല്ല ആ വാക്കിൻ്റെ അർത്ഥമെന്ന്. അത് പറയുന്നതിന് മുമ്പേ നമ്മൾ പോകേണ്ട മറ്റൊന്നാണ് ഈ ട്രിലോജിയുടെ തുടക്കമായ കിഷ്കിന്ധാകാന്ഡം. എന്തുകൊണ്ടായിരിക്കും ആ സിനിമയ്ക്ക് കിഷ്കിന്ധാകാന്ഡം എന്നൊരു പേര് നൽകിയത്? കുരങ്ങന്മാരെ കേന്ദ്രീകരിച്ചാണ് കിഷ്കിന്ധാകാന്ഡം എന്ന സിനിമ മുമ്പോട്ട് പോകുന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ കിഷ്കിന്ധാകാന്ഡം എന്ന പേര് തന്നെയാണ് ആ സിനിമയ്ക്ക് യോജിച്ചത്. എന്താണ് ഈ കിഷ്കിന്ധാകാന്ഡം? രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കിഷ്കിന്ധാകാന്ഡം. അതിൽ സീതാദേവിയെ അന്വേഷിച്ച് ശ്രീരാമൻ പോകുന്നതും അതിന് സഹായമായി സുഗ്രീവനെ കണ്ടെത്തുന്നതും സുഗ്രീവന് വേണ്ടി ബാലിവധം നടത്തുന്നതും വാനരപ്പടയുമായി സീതാദേവിയെ അന്വേഷിച്ച് പോകുന്നതുമൊക്കെയാണ് വിശദീകരിക്കുന്നത്. എന്നാൽ കിഷ്കിന്ധാകാന്ഡത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണ്? അത് ഹനുമാന് കിട്ടിയൊരു ശാപമാണ്. രാമായണത്തിലെ ഉത്തരാകാന്ഡത്തിൽ ഹനുമാന് കിട്ടിയൊരു ശാപത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് അവശ്യ സമയത്ത് കഴിവുകൾ മറന്നു പോകും എന്നൊരു ശാപം. അത് തിരിച്ചു കിട്ടണമെങ്കിൽ, അതായത് ആ കഴിവിനെക്കുറിച്ച് അദ്ദേഹം ഓർമ്മിക്കണമെങ്കിൽ ആരെങ്കിലും ഒരാൾ അത് ഓർമ്മിപ്പിക്കണം എന്നും. അതായത് ഹനുമാന്റെ മറവിയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. എന്നാൽ ഈ ഒരു ഓർമ്മപ്പെടുത്തൽ സംഭവിക്കുന്നത് കിഷ്കിന്ധാകാന്ഡത്തിലാണ്. ജാംബവാനാണ് തൻ്റെ കഴിവുകളെക്കുറിച്ച് ഹനുമാനെ ഓർമ്മിപ്പിക്കുന്നതും. കിഷ്കിന്ധാകാന്ഡം എന്ന സിനിമയുടെ പ്രധാന പ്ലോട്ട് എന്ന് പറയുന്നത് അതിലെ കേന്ദ്ര കഥാപാത്രമായ വിജയരാഘവന് സംഭവിക്കുന്ന ഡിമെൻഷ്യയാണ്, അതായത് മറവി. ആ സിനിമയുടെ ക്ലൈമാക്സിൽ അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവും സംഭവിക്കുന്നുണ്ട്. അങ്ങനെയിരിക്കെ ആ സിനിമയ്ക്ക് ഏറ്റവും ചേർന്ന പേര് കിഷ്കിന്ധാകാന്ഡം എന്ന് തന്നെയാണ്. അതേ രീതിയിലൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടായിരിക്കും ഈ സിനിമയ്ക്ക് സംവിധായകനും തിരക്കഥാകൃത്തും ചേർന്ന് എക്കോ എന്നൊരു പേര് നൽകിയത് എന്ന്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഓർമ്മപ്പെടുത്താം, ഇനി കേൾക്കാൻ പോകുന്നത് സ്പോയിലേഴ്സാണ്. അതുകൊണ്ട് സിനിമ കാണാത്തവർ ഇവിടെ വെച്ച് നിർത്തുക. സിനിമ കണ്ടതിന് ശേഷം വീണ്ടും വരിക. അപ്പോൾ എക്കോ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പ്രതിധ്വനി എന്ന അർത്ഥമാണ് എങ്കിൽ അതിൻ്റെ സ്പെല്ലിംഗ് ECHO എന്നാണ് വരിക. അതേസമയം ECO എക്കോ എന്നതാണ് അവർ ഉദ്ദേശിച്ചത് എങ്കിൽ, പ്രകൃതിയോട് ചേർന്നത് എന്നർത്ഥമുള്ള ഒരു പേരാണ് അവർ ഉദ്ദേശിച്ചത് എങ്കിൽ EKO എന്ന സ്പെല്ലിംഗ് അല്ല വരേണ്ടത്. EKO എന്ന സ്പെല്ലിങ്ങിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവസാനത്തെ ഓയാണ്. ആ ഓയുടെ മുകളിൽ ഒരു വര കാണാം. ചില അക്ഷരങ്ങൾക്ക് മേലെ അങ്ങനെ ചില കുത്തും വരകളൊക്കെ കാണാം. അതിനെ ടിൽഡ് എന്നാണ് പറയുക, അല്ലെങ്കിൽ ആക്സെന്റ് സൈൻ എന്നൊക്കെ പറയും. ഇങ്ങനെ കൊടുക്കുന്ന ടിൽഡുകൾ ആ അക്ഷരത്തിൻ്റെ ഉച്ചാരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ O എന്ന അക്ഷരത്തിന് മുകളിലുള്ള വര സൂചിപ്പിക്കുന്നത് ഒരു നീണ്ട O ആണ്. എക്കോ എന്നാണ് ആ വാക്ക് വായിക്കേണ്ടത്. അതൊരു ഇന്തോനേഷ്യൻ വാക്കാണ്. മലയ പോലുള്ള ചില ഭാഷകളിലും ആ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എക്സ്ട്രീം സിംഗിൾ, എക്സ്ട്രീം ഫസ്റ്റ്, ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒന്ന്, തുടക്കത്തിലുള്ള ഒന്ന്, അഥവാ ആൽഫ എന്നൊക്കെയാണ് അർത്ഥം. എന്തുകൊണ്ട് അങ്ങനൊരു പേര് സിനിമയ്ക്ക് വന്നു? എക്സ്ട്രീം ഫസ്റ്റ്.
ഏറ്റവും ആദ്യത്തേത് അല്ലെങ്കിൽ തുടക്കത്തിന് കാരണമായത് ആൽഫ എന്നൊക്കെ പറയണമെങ്കിൽ സിനിമ കണ്ടവർക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും സംവിധായകൻ ഉദ്ദേശിച്ച പേര് എന്തായിരിക്കും എന്ന്. കേരളത്തിൻ്റെയും കർണാടകത്തിൻ്റെയും ഇടയിലുള്ള ഒരു മലയോര പ്രദേശം, കാട്ടുകുന്ന് എന്നാണ് ഈ ഒരു സ്ഥലത്തെ സിനിമയിൽ വിശേഷിപ്പിക്കുന്നത്. അവിടെ ഒരു വലിയ കുന്നിൻ്റെ മേലെ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. മ്ലാത്തിച്ചേടത്തി എന്നാണ് ആ സ്ത്രീയുടെ പേര്. അവരുടെ 2 മക്കളും വിദേശത്താണ് ജോലി ചെയ്യുന്നത്. അമ്മയെ നോക്കാൻ സമയമില്ലാത്തത് കൊണ്ട് തന്നെ മറ്റൊരാളെ കാശ് കൊടുത്ത് അമ്മയ്ക്ക് വേണ്ടി നിർത്തിയിരിക്കുകയാണ്. ആ വ്യക്തിയുടെ പേരാണ് പിയൂസ്. ഈ സ്ത്രീക്ക് ഒരു ഭർത്താവുണ്ട്, കുര്യച്ചൻ എന്ന് പറയുന്ന ഒരു ഭർത്താവ്. അദ്ദേഹം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഒളിവിലാണ്. എന്തിൻ്റെ പേരിലാണ് അയാൾ ഒളിവിലായത്, എങ്ങോട്ടേക്കാണ് അയാൾ പോയത് എന്ന് പ്രേക്ഷകനെ അറിയിക്കുന്നതാണ് ഈ സിനിമയുടെ പ്രധാന പ്ലോട്ട്. ഈ സിനിമയിലേക്ക് നമ്മൾ സഞ്ചരിച്ചു തുടങ്ങുന്നത് അപ്പൂട്ടി എന്ന ഡ്രൈവറിലൂടെയാണ്. ഹോട്ടലിൽ താമസിക്കുന്ന മോഹൻ പോത്തൻ എന്ന വ്യക്തിയെ കാണാൻ വേണ്ടിയാണ് അപ്പൂട്ടി വരുന്നത്. മോഹൻ പോത്തനെ കാട്ടുകുന്നിലേക്ക് കൊണ്ടെത്തിക്കുക എന്നതായിരുന്നു അപ്പൂട്ടിയുടെ ഡ്യൂട്ടി. മോഹൻ പോത്തനോടൊപ്പം ഹസ്കി എന്ന് പറയുന്ന ഒരു ഡോഗുണ്ട്. ആ ഡോഗിനെ കാട്ടുകുന്നിന് മുകളിലുള്ള ഏതോ ഇനം നായുമായി ബ്രീഡ് ചെയ്യിപ്പിക്കുക എന്നതാണ് പോത്തൻ്റെ ഉദ്ദേശവും. ആ സംസാരത്തിനിടയിൽ, അപ്പൂട്ടിയുമായുള്ള സംസാരത്തിനിടയിൽ മ്ലാത്തിച്ചേടത്തിയുടെ ഭർത്താവായ സിനിമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രത്തിൽ ഒരാളായ കുര്യച്ചനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ കുര്യച്ചൻ പോത്തൻ്റെ ഒരു പഴയകാല സുഹൃത്തായിരുന്നു എന്നും. അങ്ങനെ അപ്പൂട്ടിയിലൂടെ മോഹൻ പോത്തനിലേക്കും ശേഷം പിയൂസിലേക്കും ശേഷം മ്ലാത്തിച്ചേടത്തിയിലേക്കും നമ്മൾ ചെന്നെത്തുന്നു. അവിടെ നിന്നും കഥ തുടങ്ങുകയാണ്. ഏതാണ്ട് ഇൻ്റർവെല് വരെ നമുക്കൊരു എത്തും പിടിയും കിട്ടില്ല, ഒരു പരിധി വരെ ഒരു പിടുത്തവും നമുക്ക് കിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ബാഹുലിൻ്റെ ഒരു ഇൻ്റർവ്യൂ, അതായത് തിരക്കഥാകൃത്തായ ബാഹുലിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, കഥ എഴുതി കഴിഞ്ഞാൽ അദ്ദേഹം ആദ്യം ചെയ്യുന്നത് അതിൻ്റെ പകുതി അച്ഛനെ പറഞ്ഞ് കേൾപ്പിക്കുക എന്നതാണ്. എന്നിട്ട് അച്ഛനോട് ചോദിക്കും ക്ലൈമാക്സ് എന്തായിരിക്കും എന്ന്. അച്ഛൻ പറയുന്ന ക്ലൈമാക്സിന് വിപരീതമായാണ് അദ്ദേഹം ബാക്കി എഴുതി തുടങ്ങുക എന്നും. ഏതാണ്ട് അങ്ങനെ തന്നെയാണ് ഈ ഒരു സിനിമയുടെ തിരക്കഥയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇൻ്റർവെല്ല് കഴിഞ്ഞല്ലാതെ ഒരെത്തും പിടിയും നമുക്ക് കിട്ടില്ല. എന്നാൽ ഇൻ്റർവെല്ലിന് ശേഷം എന്തെങ്കിലും എത്തുപിടിയും കിട്ടുമോ? അതുമില്ല. ഒരു ചെറിയ ശതമാനം ആളുകൾക്ക് സിനിമ ഒന്നും മനസ്സിലായിട്ടില്ല. എന്നാൽ ഒന്ന് ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്കുണ്ടായ എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം ആ സിനിമയിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. സിനിമയെക്കുറിച്ച് ഇനി ഞാൻ വിശദീകരിക്കണം എന്നില്ല, സിനിമ കണ്ടവരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ സിനിമ കണ്ടിറങ്ങിയ നിങ്ങൾക്ക് തോന്നിയ ചില ചോദ്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. നരേൻ്റെ കഥാപാത്രം വരുന്നതോടുകൂടിയാണ് പ്രേക്ഷകർക്ക് ചില ക്ലൂകളൊക്കെ കിട്ടുന്നത്. നരേൻ്റെ കഥാപാത്രം പിയൂസിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നീയാണോ മോഹൻ പോത്തൻ്റെ മരണത്തിന് പിന്നിൽ എന്ന്. ആ ഒരു സീൻ കാണിക്കുന്നത് ഇൻ്റർവെല്ലിന് ശേഷമാണ്. ഇൻ്റർവെല്ലിന് ശേഷം സിനിമയെ ആരംഭിക്കുന്നത് അത് റിവീൽ ചെയ്യുന്നതോടുകൂടിയാണ്. അതായത് കുര്യച്ചൻ്റെ നായ്ക്കളാണ് മോഹൻ പോത്തൻ്റെ മരണത്തിന് കാരണമെന്ന് പിയൂസ് പറയുന്നു. അപ്പോഴും ഒരേ ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടായിരിക്കും നരേൻ്റെ കഥാപാത്രത്തിന് പിയൂസിൽ ഒരു സംശയം തോന്നിയത്? മോഹൻ പോത്തൻ്റെ മരണത്തെക്കുറിച്ച് അവർ അന്വേഷിച്ച് പോയത് ആ ഹോട്ടലിലേക്കായിരിക്കും, അയാൾ താമസിച്ചിരുന്ന ഹോട്ടലിലേക്ക്. അന്നേ ദിവസം സംശയാസ്പദമായി മറ്റൊരാൾ കൂടി അവിടെ താമസിച്ചിരുന്നു എന്നും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടാവും. അയാളെക്കുറിച്ചുള്ള അന്വേഷണത്തിലായിരിക്കാം അവർ പേൾ വ്യൂ മർഡർ കേസിലേക്ക് ചെന്നെത്തുന്നത്. പേൾ വ്യൂ എന്നൊരു സിനിമയെക്കുറിച്ച് അവരവിടെ പറയുന്നുണ്ട്. പേൾ വ്യൂ മർഡർ കേസ് എന്ന് വ്യക്തമായി ആ ടൈറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. 1970 പുറത്തിറങ്ങിയ പേൾ വ്യൂ എന്ന സിനിമയുമായി ഈ സിനിമയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നെനിക്കറിയില്ല. ഒരുപക്ഷെ അത് സിനിമയ്ക്ക് പുറത്ത് ചർച്ചയാവാൻ വേണ്ടി ആയിരിക്കാം അങ്ങനെ ഒരു പേര് അവർ തിരഞ്ഞെടുത്തത്. സ്വാഭാവികമായും ഈ സിനിമ കണ്ടിറങ്ങിയവരെല്ലാം യൂട്യൂബിൽ ചെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു കമൻ്റ് ഉണ്ട്, എക്കോ കണ്ടതിന് ശേഷം ഇവിടെ വന്നവരുണ്ടോ എന്ന്. ആ ഒരു കമൻറ്റിന് വേണ്ടിയായിരിക്കാം ചിലപ്പോൾ പേൾ വ്യൂ എന്ന പേര് അവർ സെലക്ട് ചെയ്തതും. അവിടെ വെച്ച് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ച ഒന്നാണ് എന്നും അതാണ് സിനിമയാക്കിയത് എന്നും. ആ യഥാർത്ഥത്തിൽ സംഭവിച്ചതിന് പിന്നിൽ മണികണ്ഠൻ എന്ന വ്യക്തിയാണ് എന്നും സിനിമ പുറത്തിറങ്ങിയതിനു ശേഷം അതിൻ്റെ പ്രൊഡ്യൂസറോട് മണികണ്ഠൻ വന്ന് വില പേശിയതായും അവിടെ പറയുന്നുണ്ട്. ഈ മണികണ്ഠൻ്റെ ക്യാരക്ടേഴ്സും പിയൂസിൻ്റെ ക്യാരക്ടേഴ്സും ഏതാണ്ട് ഒരുപോലെയാണ് എന്നും അതുകൊണ്ട് തന്നെയായിരിക്കാം പോത്തൻ്റെ മരണത്തിന് പിന്നിൽ പിയൂസ് ആയിരിക്കാമെന്ന് അവർ സംശയിച്ചതും. യഥാർത്ഥത്തിൽ അവരുടെ ആവശ്യം പിയൂസ് അല്ല അതിൻ്റെ പിന്നിലെന്ന് തിരിച്ചറിഞ്ഞാൽ കുര്യൻ മരിച്ചിട്ടില്ല എന്നത് ഉറപ്പിക്കലായിരുന്നു. അങ്ങനെയെങ്കിൽ പിയൂസ് എന്തിന് മോഹൻ പോത്തനെ പിന്തുടരണം? പിയൂസിൻ്റെ ആവശ്യം കുര്യച്ചനെ കണ്ടെത്തുക എന്നതായിരുന്നു. അതിന് ഏറ്റവും നല്ല വഴി മോഹൻ പോത്തനെ പിന്തുടരുക എന്നതാണ്. അതിലൂടെ അയാൾ കണ്ടെത്തിയ മറ്റൊരു കാര്യം മോഹൻ പോത്തൻ്റെ മരണത്തിന് പിന്നിൽ കുര്യച്ചൻ്റെ നായ്ക്കളാണ് എന്നതാണ്.
അതിനർത്ഥം കുര്യച്ചൻ എവിടെയോ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നത് തന്നെയാണ്. അങ്ങനെ കുര്യച്ചൻ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അടുത്തേക്കായിരിക്കും, മ്ലാത്തിച്ചേടത്തിയുടെ അടുത്തേക്ക്. പിയൂസ് നേരെ ചെന്നത് മ്ലാത്തിച്ചേടത്തിയുടെ അടുത്തേക്കാണ്. അവിടെ ആൾമാറാട്ടം നടത്തി മ്ലാത്തിച്ചേടത്തിയുടെ കാവൽ നായായി ജീവിച്ചു തുടങ്ങി. ജീവിക്കാനേറെ കഷ്ടപ്പെടുന്ന ഒരാളാണ് പിയൂസ് എന്ന് ആ നാട്ടിലെ സകലരെയും അയാൾക്ക് വിശ്വസിപ്പിക്കണമായിരുന്നു. അതിനായാണ് പലചരക്ക് കടയും പോസ്റ്റ് ഓഫീസും അയാൾ തിരഞ്ഞെടുത്തത്. അതിനായി അയാൾ ചില അഡൽട്ട് സ്റ്റോറീസ് എഴുതി വിറ്റിരുന്നു. അത് മറ്റു പല പുസ്തകങ്ങളിൽ നിന്നും നോക്കിയാണ് അയാൾ എഴുതുന്നത് എന്നതും വ്യക്തമായിരുന്നു. അയാൾക്ക് കിട്ടുന്ന പണം യഥാർത്ഥ വ്യക്തിക്ക് തിരിച്ചയക്കുന്നതും സൂചിപ്പിക്കുന്നത് അയാൾക്കവിടെ പിയൂസായി നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ്, കുര്യച്ചനെ കണ്ടെത്തുന്നത് വരെ. കുര്യച്ചനോട് ആ നാട്ടിലുള്ള പലർക്കും തീരാത്ത ശത്രുതയുണ്ട് എന്ന് സിനിമയുടെ തുടക്കം മുതൽ തന്നെ സംവിധായകൻ പ്രേക്ഷകരോട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കാം ആ ശത്രുത മ്ലാത്തിച്ചേടത്തിയിലേക്ക് വരാതിരിക്കാൻ വേണ്ടി പിയൂസ് എന്ന് പറയുന്നൊരു വ്യക്തിയെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിദേശത്തുള്ള മക്കൾ ഏർപ്പാടാക്കിയതും. എന്നാൽ പിയൂസിന് പകരം വന്ന മണികണ്ഠൻ ആൾമാറാട്ടം നടത്തി അവിടെ താമസിക്കുന്ന മണികണ്ഠൻ പിയൂസിൻ്റെ യഥാർത്ഥ ജോലി കൃത്യമായി അവിടെ നടത്തി പോരുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടായിരിക്കും നാട്ടുകാർക്ക് കുര്യച്ചനോട് ഇത്ര ദേഷ്യം? നരേനോടൊപ്പം സഞ്ചരിക്കുന്ന പോലീസുകാരൻ പറയുന്ന ഒരു കക്കയം ക്യാമ്പ് കഥയുണ്ട്. അതിൽ നായ്ക്കളെ ഒരായുധം പോലെ ഉപയോഗിക്കുന്ന കുര്യച്ചനെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് പ്യുവർ ബ്രീഡായ നായ്ക്കളെ കൃത്യമായി പരിശീലിപ്പിക്കാനുള്ള കഴിവ് കുര്യച്ചനുണ്ടായിരുന്നു. ഈ പ്യുവർ ബ്രീഡ് എന്നാൽ എക്സ്ട്രീം ഫസ്റ്റ്, എക്കോ ആയ നായ്ക്കളെ പരിശീലിപ്പിക്കാനുള്ള കഴിവ്, വരച്ച വരയിൽ നിർത്താനുള്ള കഴിവ് കുര്യച്ചനുണ്ടായിരുന്നു എന്ന്. കുര്യച്ചനെ അന്വേഷിച്ച് വരുന്നവരെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതിപ്പോൾ ബിനു പപ്പു ആയാലും ശരി, അയാളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റേ വ്യക്തി ആയാലും ശരി, ഇവർ രണ്ടുപേരും പോലീസുകാരാണ് എന്ന് സിനിമയിൽ തന്നെ വ്യക്തമാവുന്നുണ്ട്. അവരോടൊപ്പം മറ്റൊരാളുള്ളതായി അവർ പറയുന്നുണ്ട്, DYSP. ആ DYSP ആണ് നരേൻ എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ആ സിനിമയിൽ തന്നെ നരേനോടൊപ്പം ആ പോലീസുകാരൻ കാറിൽ യാത്ര ചെയ്യുമ്പോൾ നരേൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിക്കുന്ന ഒരു സീനുണ്ട്. ആ സീനിൽ ദേഷ്യത്തോടു കൂടി നരേൻ റിയാക്ട് ചെയ്യുന്നത് അതിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കുര്യച്ചനെ കുറിച്ച് പോലീസുകാർക്ക് അറിയാത്ത പല കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ടായിരിക്കാം കുര്യച്ചൻ തന്നെ ചതിച്ചു എന്ന കഥയൊക്കെ നരേൻ പറയുന്നത്. അതിൽ തന്നെ പിയൂസ് പറയുന്നുണ്ട്, നക്സലേറ്റുകൾക്ക് ഞാൻ വിവരങ്ങളൊന്നും കൊടുക്കില്ല, കാരണം നക്സലേറ്റുകൾ പണം നൽകില്ല, പോലീസുകാരാണ് പണം നൽകുക എന്ന്. എന്നാൽ പോലീസുകാർ തരുന്നതിനേക്കാൾ കൂടുതൽ പണം താൻ തരാമെന്ന് നരേൻ പറയുന്നതും ഈ സാഹചര്യത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. സസ്പെൻഷനിലിരിക്കുന്ന ഒരു നേവി ഉദ്യോഗസ്ഥനാണ് താൻ എന്നാണ് നരേൻ പറയുന്നത്. എന്തുകൊണ്ട് അത് സസ്പെൻഷനിലിരിക്കുന്ന ഒരു DYSP ആയിക്കൂടാ? അങ്ങനെയെങ്കിൽ മറ്റേത് പോലീസുകാരൻ നൽകുന്നതിനേക്കാൾ കൂടുതൽ പണം അയാൾക്ക് നൽകാം, തൻ്റെ ജോലി തിരിച്ചു കിട്ടാൻ വേണ്ടി. പിന്നെ കുര്യച്ചനെ അന്വേഷിച്ചു വന്ന ഒരാൾ മോഹനാണ്. നായയെ ബ്രീഡ് ചെയ്യിക്കാൻ എന്ന വ്യാജേന അയാൾ വന്നത് കുര്യച്ചനെ അന്വേഷിച്ചായിരുന്നു. അയാൾ ഏതോ കേസിൽ അകപ്പെട്ടിരുന്നതായും അതിന് കാരണം കുര്യച്ചനായിരുന്നു എന്നും ആ വരവിലാണ് അയാൾ കൊല്ലപ്പെടുന്നതും. കുര്യച്ചന് വേണമെങ്കിൽ അയാളെ മുന്നേ കൊല്ലാമായിരുന്നു. അതിന് അയാളെ അവിടെ വരെ എത്തിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. അതിൽ നിന്നും വ്യക്തമാണ് ആ കൊലപാതകത്തിന് പിന്നിൽ കുര്യച്ചനല്ല എന്ന്. കുര്യച്ചൻ ഒരിക്കലും തന്നെ കൊല്ലില്ല എന്ന വിശ്വാസം മോഹനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പിയൂസിനെ ആദ്യമായി കാണുമ്പോൾ മോഹൻ ചോദിക്കുന്നത്, തന്നെയും കുര്യച്ചനെയും കൊല്ലാൻ വേണ്ടി മറ്റാരോ ഏൽപ്പിച്ചതാണ് പിയൂസിനെ എന്ന രീതിയിൽ. മ്ലാത്തിച്ചേടത്തിയെ കാണാനായി അവിടേക്ക് പോകുന്ന പലർക്കും പല അനുഭവങ്ങളും ഉണ്ടാവുന്നുണ്ട്. അതായത് കുന്നിൻ്റെ പലയിടങ്ങളിലും നായ്ക്കൾ അവരെയും എതിർത്ത് നിൽക്കുന്നതായി പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ട്. അതിനെല്ലാം പിന്നിൽ മ്ലാത്തിച്ചേടത്തിയുടെ മലേഷ്യൻ കൂടോത്രമാണ് എന്ന് സിനിമയിൽ പലയിടങ്ങളിലും പറയുന്നുമുണ്ട്. സിനിമയുടെ ഫ്ലാഷ് ബാക്കിലേക്കൊന്ന് പോയാൽ അവിടെ ആ നായ്ക്കളെ മുഴുവൻ വെടിവെച്ച് കൊന്ന ശേഷം കുര്യച്ചൻ നിൽക്കുന്ന സീനിൽ തോണി തുഴഞ്ഞ് രണ്ടുപേർ വരുന്നൊരു സീനും കുര്യച്ചനെ കണ്ടപാട് അവർ ഭയന്ന് തിരിച്ചു പോകുന്നൊരു സീനും കാണാൻ സാധിക്കും. ഭർത്താവ് അറസ്റ്റിലായ വിവരം അവരോട് പറയാൻ വേണ്ടിയായിരിക്കാം ആ രണ്ടുപേർ തോണി തുഴഞ്ഞു വന്നത്. അവർ തിരിച്ച് പോവുകയും ചെയ്തു. ആ സ്ത്രീയെ അവിടുന്ന് കൊണ്ടുപോവുക എന്നത് മാത്രമായിരുന്നു കുര്യച്ചൻ്റെ ഉദ്ദേശം. പക്ഷേ അയാൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഏതെങ്കിലും ഒരു സ്ഥലമുണ്ടെങ്കിൽ അവിടേക്ക് ഞാൻ കൊണ്ടുചെന്ന് എത്തിക്കാമെന്ന്. ഇവർക്ക് വേറെ ആരുമില്ല എന്ന് അവരുടെ ഭർത്താവ് ഒരു സീനിൽ പറയുന്നുമുണ്ട്. ആരുമില്ല തനിക്ക് എന്നവർ പറഞ്ഞതിന് ശേഷം കാണിക്കുന്ന സീൻ ആരോരുമില്ലാത്ത നായ്ക്കുട്ടികളെയാണ്. ആ നായ്ക്കുട്ടികളെ അതിനുശേഷം മ്ലാത്തിയായിരിക്കാം വളർത്തിയത് എന്ന് കാണിക്കുന്ന ഒരു തോട്ടായിരിക്കാം ആ ഷോട്ട്. ആ നായ്ക്കളുടെ കുഞ്ഞുങ്ങളിൽ ഒന്നിനെ മറ്റാർക്കോ വേണമെന്ന് പറയുന്നൊരു സീനുണ്ട് പിയൂസ്.
അതിന് പിയൂസിന് മ്ലാത്തിച്ചേർത്ത് നൽകുന്ന മറുപടി, നീ വേണമെങ്കിൽ പോയി വളർന്നോ, എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ കൊടുക്കില്ല എന്നായിരുന്നു. അതിലൂടെ നായ്ക്കളോടുള്ള സ്നേഹം മാത്രമല്ല എനിക്ക് കാണാൻ സാധിച്ചത്, ആ ഒരു പാക്ക് സ്പ്ലിറ്റ് ആവാൻ സമ്മതിക്കാത്ത മ്ലാത്തിച്ചേർത്തിയാണ്. അത് മ്ലാത്തിച്ചേർത്തിയുടെ ഒരു സ്ട്രാറ്റജിയായാണ് ഞാൻ കണ്ടത്. അതായത് താൻ വളർത്തി വലുതാക്കിയ ഒരു കൂട്ടം നായ്ക്കളെ മറ്റൊരാൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കാത്ത നായ് സ്നേഹിയായ മ്ലാത്തിച്ചേർത്തിയെ അല്ല അവിടെ കാണുന്നത്. തനിക്ക് വിധേയരായി നിൽക്കുന്ന ഒരു നായ്ക്കളുടെ പാക്ക് സ്പ്ലിറ്റായി പോവാൻ ആഗ്രഹിക്കാത്ത ഒരു ആൽഫ ഡോഗിനെയാണ്. ആൽഫ, അങ്ങനെ ഒരു പേരാണ് എക്കോ എന്ന വാക്കിൻ്റെ അർത്ഥം. എക്സ്ട്രീം ഫസ്റ്റ്, ദ ആൽഫ. പിയൂസിനോട് മ്ലാത്തിച്ചേർത്തി കൽക്കണ്ടം ചോദിക്കുന്ന ഒരു സീനുണ്ട്. അതുപോലെ തന്നെ ആ വീട്ടിൽ തീർന്നു പോയ പല സാധനങ്ങളും ഇടയ്ക്കിടയ്ക്കാണ് വാങ്ങാൻ വേണ്ടി പിയൂസിനെ വിടുന്നതും. അതിലൂടെ മനസ്സിലാക്കേണ്ടത് 1-2 ദിവസം ഗ്യാപ്പിൽ പിയൂസിനെ പുറത്തു വിടേണ്ട ആവശ്യം മ്ലാത്തിച്ചേർത്തയ്ക്ക് ഉണ്ടായിരുന്നു. അത് ഏതൊക്കെ ദിവസങ്ങളിലാണെന്നും എന്നൊക്കെയാണ് എന്നും മ്ലാത്തിച്ചേർത്തയ്ക്ക് അറിയണം. അതുകൊണ്ടാണ് പോസ്റ്റ് ഓഫീസിൽ പോകുന്ന ദിവസം എന്നാണ് എന്ന് അവർ എടുത്ത് ചോദിക്കുന്നതും. എന്തിനായിരിക്കാം അതവർ അന്വേഷിക്കുന്നത്? അവസാനം ഒരു മുളങ്കുറ്റിയിൽ ചോറിൻ്റെ അവശിഷ്ടങ്ങൾ കാണിച്ചൊരു സീൻ കണ്ടില്ലായിരുന്നു? അങ്ങനെ മുളങ്കുറ്റിയിൽ ചോറ് ഒരിടത്തേക്ക് ചെന്നെത്തിക്കാൻ അവർ തിരഞ്ഞെടുത്തത് പിയൂസ് ഇല്ലാത്ത ദിവസങ്ങളാണ്. അവൻ നാട്ടിലേക്ക് പോയ ദിവസവും അത് അവർ ചെയ്തിരുന്നു. പക്ഷേ നാട്ടിലേക്ക് പോയ അവൻ പെട്ടെന്ന് തിരിച്ചെത്തുമെന്ന് അവർ കരുതിയില്ല. അതുകൊണ്ടാവും അവർ ആ മുളങ്കുറ്റി വൃത്തിയാക്കാതിരുന്നതും. അപ്പോൾ ആ ചോറ് എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും? സ്വാഭാവികമായും നിങ്ങൾ കരുതുന്നത് പോലെ തന്നെ അത് ഒളിച്ചു താമസിക്കുന്ന കുര്യച്ചന് വേണ്ടി നായ്ക്കൾ കൊണ്ടുപോകുന്നതാണ്. കുര്യച്ചൻ എവിടെയാണ് താമസിക്കുന്നത് എന്ന് നായ്ക്കൾക്ക് മാത്രമേ അറിയൂ. അവിടേക്ക് മോഹൻ പോത്തൻ വന്നു പോകുന്ന സീനിൽ മോഹൻ പോത്തൻ പറയുന്ന ഒരു ഡയലോഗുണ്ട്. മ്ലാത്തിക്ക് നായ്ക്കൾ നൽകുന്നത് പ്രൊട്ടക്ഷൻ അല്ല, റെസ്ട്രിക്ഷൻ ആണ് എന്ന്. അതായത് ഫ്ലാഷ് ബാക്കിൽ എന്താണോ മ്ലാത്തി അനുഭവിച്ചത് അത് തന്നെ. കുര്യച്ചൻ തന്നെ ചതിക്കുകയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ മ്ലാത്തി അയാൾക്ക് കൊടുത്ത ശിക്ഷയും അതുതന്നെയായിരുന്നു. പ്രൊട്ടക്ഷൻ എന്ന പേരിൽ റെസ്ട്രിക്ഷൻ. നരയൻ പറയുന്നത് പോലെ സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കാം കുര്യച്ചൻ ആ ഗുഹയ്ക്കുള്ളിലേക്ക് കയറിപ്പോയത്. പക്ഷേ ഇനി അയാൾ എപ്പോൾ ഇറങ്ങണം, എങ്ങനെ ഇറങ്ങണം എന്ന് തീരുമാനിക്കുന്നത് ആ നായ്ക്കളുടെ ഒരേ ഒരു മാസ്റ്റർ ആയിരിക്കും. ക്ലൈമാക്സ് സീനിൽ പിയൂസിനോട് മ്ലാത്തി സംസാരിക്കുന്ന ഭാഗം. അതിൽ പിയൂസ് കുര്യച്ചൻ്റെ ഒബീഡിയൻ ഡോഗാണ് എന്ന് മ്ലാത്തി തിരിച്ചറിയുന്നു. മോഹൻ പോത്തൻ വന്ന് അതൊക്കെ പറയുമ്പോഴും മ്ലാത്തിയുടെ കണ്ണ് നിറഞ്ഞത് അവർ പിയൂസിനെ അത്രത്തോളം വിശ്വസിച്ചിരുന്നു എന്നതുകൊണ്ടായിരിക്കാം. കുര്യച്ചൻ തനിക്കെതിരെ എന്തെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് മ്ലാത്തി ചോദിക്കുന്നുണ്ട്. അതിന് മറുപടിയായി പിയൂസ് പറയുന്നു, നായ്ക്കൾക്ക് ഒരൊറ്റ മാസ്റ്ററേ ഉണ്ടാവൂ, അത് മാസ്റ്റർ പറയുന്നത് മാത്രമേ ചെയ്യൂ എന്ന്. ബൈനോക്കുലറിൽ നോക്കിയിരിക്കുന്ന മ്ലാത്തി ഒന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതോടെ പിയൂസ് തിരിച്ചറിയുകയാണ് ആ നായ്ക്കൾ അവരുടെ ഒരൊറ്റ മാസ്റ്ററുടെ നിയന്ത്രണത്തിലാണ് എന്ന്. അതായത് ആ മാസ്റ്റർ കുര്യച്ചൻ അല്ല എങ്കിൽ കുര്യച്ചൻ അകപ്പെട്ടിരിക്കുകയാണ് എന്നും. സിനിമയിൽ തന്നെ പറയുന്നുണ്ട്, കണ്ണിൽ നോക്കി തിരിച്ചറിയാൻ സാധിക്കാൻ കഴിവുള്ളവരാണ് ആ നായ്ക്കൾ എന്ന്. അതായത് പിയൂസിൻ്റെ മനസ്സിലെ ആ മാറ്റം പോലും അവർക്ക് മുന്നേ തിരിച്ചറിയാൻ സാധിച്ചിരുന്നു എന്ന്. പ്രധാനമായും പലർക്കും തോന്നിയ ഒരു സംശയമുണ്ട്. മ്ലാത്തിയുടെ ആദ്യത്തെ ഭർത്താവ് ഒരു ഡോഗ് ട്രെയിനറായിരുന്നു. രണ്ടാമതായി വന്ന കുര്യച്ചനും ഡോഗ് ട്രെയിനർ തന്നെയായിരുന്നു. പക്ഷേ അങ്ങനെയെങ്കിൽ അവസാനത്തിൽ ഈ നായ്ക്കളുടെ മാസ്റ്റർ എങ്ങനെയാണ് മ്ലാത്തിയാവുന്നത്? അവർക്ക് ട്രെയിനിങ് അറിയുമോ? ഇനി ആ നായ്ക്കളെ പഠിപ്പിച്ചത് കുര്യച്ചനായിരുന്നു എങ്കിൽ കുര്യച്ചൻ എങ്ങനെയാണ് അവരാൽ ട്രാപ്പിലാവുന്നത്? സ്വാഭാവികമായും തോന്നുന്ന ഒരു സംശയമാണ്. അതിനുള്ള ഉത്തരവും സംവിധായകനും തിരക്കഥാകൃത്തും കൂടി നമുക്ക് തന്നിട്ടുണ്ട്. അതായത് സിനിമയിൽ പല ഭാഗങ്ങളിലും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമുണ്ട്. മലേഷ്യയിൽ നിന്നും വർഷങ്ങൾക്ക് മുമ്പേ നാട്ടിലേക്ക് വന്നിട്ടും ഇപ്പോഴും മറക്കാതെ ഇരിക്കുന്ന ഒരേ ഒരു കാര്യം മ്ലാത്തിച്ചേർത്തിയുടെ മലേഷ്യൻ കൂടോത്രം മാത്രമാണ് എന്ന്. പലയിടങ്ങളിലും നായ്ക്കൾ അവരെ അനുസരിച്ച് നിൽക്കുന്നത് അവരുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമല്ല എന്നും അതവരുടെ കൂടോത്രത്തിൻ്റെ ഭാഗമാണ് എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. എക്കോ എന്ന പേരിന് ജാപ്പനീസ് ഭാഷയിൽ ട്രാൻസ്ഫർ ഓഫ് മെറിറ്റ് എന്നൊരർത്ഥം കൂടിയുണ്ട്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കർമ്മ. കുര്യച്ചൻ ചെയ്ത ചതിക്ക് അയാളുടെ ആയുധം കൊണ്ട് തന്നെ അയാൾക്ക് ലഭിച്ച കർമ്മയാണ് എന്ന് സിനിമ പറയുന്നു. അങ്ങനെയെങ്കിലും എക്കോ എന്ന പേര് സിനിമയ്ക്ക് യോജിച്ച ഒരു പേര് തന്നെയാണ്. എന്നെ സംബന്ധിച്ച് എക്കോ എന്ന സിനിമ എല്ലാ ചോദ്യങ്ങൾക്കും പഴുതുള്ള ഉത്തരങ്ങളുള്ള ഒരു സിനിമയാണ്. നിങ്ങൾക്കെന്ത് തോന്നുന്നു? ഇനിയും ഉത്തരം കിട്ടാത്ത എന്തെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഈ സിനിമ നിങ്ങളുമായി ചർച്ച ചെയ്ത ആ സുഹൃത്തിലേക്ക് ഈ വീഡിയോ ഒന്ന് എത്തിക്കുക. വെറുതെ ചിന്തിക്കാൻ മാത്രം.